പുതുമ എന്ന് പറയുമ്പോൾ നിലവിലുണ്ടായിരുന്ന ജ്യോതിഷത്തിന്റെ കണക്കുകൾ മാറ്റിമറിച്ചതുകൊണ്ട് മാറ്റിമറിച്ചല്ല, അത് അപ്ഗ്രേഡേഷൻ. അത് എല്ലാ ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും ഒരാൾ ജ്യോതിഷം പഠിക്കുന്ന മുമ്പ് അതിൽ എഴുതിയിട്ടുണ്ട്, കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചുകൊണ്ട് ഈ പ്രവചനം നിങ്ങൾ ചെയ്യാവോ, ഈ ജ്യോതിഷം പഠിക്കാവോ, അല്ലാന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന 10 വർഷം കഴിയുമ്പം തിരുത്തണമെന്ന് അംബേദ്കർ പറഞ്ഞു. ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് തിരിച്ചില്ല, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണുള്ളൂ. അത് മാറ്റി എഴുതിയില്ല, അത് മാറ്റി എഴുതാൻ പറ്റണില്ല, അപ്ഗ്രേഡ് ചെയ്യണേ ഉള്ളൂ. അതുപോലെ ജ്യോതിഷത്തിൽ അത് മാറ്റി എഴുതണ്ട, അത് മനുഷ്യകാലം ഉള്ളിടത്തോളം നമുക്കത് ഉപയോഗിക്കാം. അങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്സ്. പക്ഷെ അപ്ഗ്രേഡ് ചെയ്യണം. മനുഷ്യൻ്റെ ആയുസ് കുറയണമെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യണം, മനുഷ്യൻ്റെ ആയുസ് കൂടണമെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ അപ്ഗ്രേഡ് ചെയ്യണം. നിലവിൽ ഇത് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത് താങ്കൾ മാത്രമേ ഉള്ളൂ? ഞാൻ മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ ബാക്കിയുള്ളവർ ജ്യോതിഷനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. ശുക്രൻ എന്തുകൊണ്ട് 20 വർഷം കൊടുത്തു എന്നുള്ള ഞാൻ വെല്ലുവിളി തന്നെ നടത്തി. നിങ്ങൾ ഇവിടെ വരണവരെന്നെ ചെന്ന് ചോദിക്കൂ, ഇന്ന് വരെ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എനിക്ക് റിപ്പോർട്ട് ചെയ്യാത്തിടത്തോളം കാലം ഞാൻ തന്നെയാണ് ഇതിൻ്റെ മോണോപോളി. അത്രേ ഉള്ളൂ. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാനും അവനും കൂടെ ചലഞ്ച് ചെയ്തിട്ട് അത് തീരുമാനിക്കും. എന്നുള്ള നിരീശ്വരവാദികൾ പറഞ്ഞു 10 ജാതകം തരാം, ഇതിൽ എത്ര പേര് മരിച്ചു, എത്ര പേര് ചെയ്യും. ഞാൻ ഏറ്റെടുത്തു വെല്ലുവിളി. വേറൊരു ജ്യോതിഷന്മാർ ഏറ്റെടുക്കലില്ല, ഞാൻ ഏറ്റെടുത്തു. അവൻ വെച്ചിട്ട് ഓടി. 20 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് വെച്ചിട്ട് ഓടി. എന്തുകൊണ്ട്? ഞാനവനെ വിളിച്ചു, ചാനലുകാരെ കൊണ്ട് വിളിച്ചു, സ്വിച്ച് ഓഫ്.